Hi, good morning. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു അപ്പം ഉണ്ടാക്കിയില്ലേ? അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ കറി വേണ്ടേ? നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി. ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും മുട്ടക്കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ടക്കറി നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയ്ക്കായിട്ട് 3 സവോള എടുത്തിട്ടുണ്ട്. സവോള ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരയ്ക്കാനാണ്, അതുകൊണ്ട് കുറച്ച് വലിയ പീസുകളായിട്ട് മുറിച്ചെടുത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുടെ കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുക. ചെറിയ അല്ലി ആണെങ്കിൽ 10 അല്ലി, വലിയ അല്ലി ആണെങ്കിൽ 5 അല്ലി. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളി എടുക്കുക. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സവോളയും ഇഞ്ചിയും തക്കാളിയും ഓരോന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സവോള അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട, ചെറിയ തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സവോളയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, വെള്ളം ചേർക്കരുത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ സവോള ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്കിനി തക്കാളി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി കാണിക്കാതിരുന്നത്. വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ 10 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഇഞ്ചിയും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ സവോള ചേർക്കാം. നമ്മളെല്ലാം അരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ കറി റെഡിയാക്കി എടുക്കാം. പിന്നെ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സവോളയിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ സവോളയുടെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് തുടങ്ങാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അവസാനം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോഴല്ല, പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയുടെ എരിവും കൂടി വരും. ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് എടുക്കും പൊടികളൊന്ന് കുക്കായി വരാനായിട്ട്. നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കറിക്ക്. ഇനി പൊടികൾ വേഗം കുക്കായി കിട്ടാനായിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. പച്ചവെള്ളം ചേർത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കരുത്. ചൂടുവെള്ളം മാത്രം ചേർത്തിട്ട് ഈ കറി ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ടേസ്റ്റ് കൂടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. അപ്പോൾ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. അധികം പഴുത്ത തക്കാളി ആകുമ്പോൾ അധികം പുളി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിൽ സൈഡിലൊക്കെ പതുക്കെ എണ്ണ തെളിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർക്കുക. ഞാൻ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്.
കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ സമയം കൊടുക്കുക. നന്നായിട്ട് ഗ്രേവി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ വരും. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയ മധുരവും കൂടി വരും. അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാനായിട്ട്. ഇനി ഒരു 5 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ കറി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ നിങ്ങളിവിടെ ക്യാമറയിൽ കാണുമ്പോൾ ഒരു റെഡ് ഷെയ്ഡുള്ള കറിയാണ് കാണുന്നത്. ശരിക്കും ഈ കറിയുടെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പാണ് ഞാൻ തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ, എരിവ് കറക്റ്റ് ചെയ്യാനായിട്ട്. ഉപ്പും ചേർത്ത് കൊടുത്തു, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയില ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ നമ്മുടെ മുട്ട മസാലക്കറി. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഒന്നും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സമയം പോവില്ല. നമുക്കെല്ലാം അരച്ചെടുത്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറി ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇളം ചൂടോടുകൂടി കഴിക്കട്ടോ. നല്ല ചൂടിൽ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇളം ചൂടോടുകൂടി കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.